പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാനായി മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗം നാളെ കോഴിക്കോട് ചേരും. കോടതി ഉത്തരവ് കൗൺസിൽ ചേരുന്നതിന് തടസ്സമാകില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അറിയിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിനെ കൊണ്ടുവരണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിക്കുള്ളിൽ മുൻതൂക്കമുള്ളത്. അതേസമയം PMA സലാമിനെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള നീക്കമാണ് PK കുഞ്ഞാലിക്കുട്ടി നടത്തുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുകയാണ്. റിയാസ്, മറ്റെന്തൊക്കെ ആയിരിക്കാം ഈ യോഗത്തിലെ അജണ്ട? തുളസി, ഏറ്റവും പുതിയ വിവരം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പുതിയ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി MK മുനീർ വരാനുള്ള ഒരു സാധ്യത ഏറി എന്നുള്ളതാണ്. PMA സലാമിന് വേണ്ടിയാണ് PK കുഞ്ഞാലിക്കുട്ടി വാദിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിയെ അനുകൂലിക്കുന്ന വിഭാഗം അതിനു വേണ്ടിയായിരുന്നു വാദിച്ചത്. നിലവിലെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയാണ് PMA സലാം. എന്നാൽ ഈ ഒരു വാദത്തോട് യോജിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിലെ പല മുതിർന്ന നേതാക്കളും ഒപ്പം ജില്ലാ കമ്മിറ്റികളിലെ വലിയ ഒരു വിഭാഗവും തയ്യാറായില്ല. അതേസമയം തന്നെ PK കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ വിഭാഗം, മുസ്ലിം ലീഗിനകത്തുള്ള PK കുഞ്ഞാലിക്കുട്ടി വിഭാഗം, പ്രത്യേകിച്ച് ET മുഹമ്മദ് ബഷീറും KM ഷാജി നേതൃത്വം നൽകുന്ന ഈ വിഭാഗം പ്രധാനമായും MK മുനീറിന്റെ പേര് ആണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. ഈ പേരിനാണ് ഇപ്പോൾ പാർട്ടിക്കകത്ത് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. നേരത്തെ ഇങ്ങനൊരു നിർദ്ദേശം വന്നത് മുസ്ലിം ലീഗിനകത്ത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. ഇതേ തുടർന്ന് സമവായ ശ്രമത്തിന്റെ ഭാഗമായി ഇന്ന് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പുതിയ ജില്ലാ പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും മലപ്പുറത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അവരുടെ അഭിപ്രായം തേടി അവരിൽ ഭൂരിഭാഗവും പറഞ്ഞത് PMA സലാമിനെ ജനറൽ സെക്രട്ടറിയായി നാമനിർദ്ദേശം ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പാനൽ PMA സലാമിന്റെ പേര് മാത്രമാണ് ഉണ്ടാവുന്നതെങ്കിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് ഇവർ നൽകി. മാത്രമല്ല മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയിലെ മുതിർന്ന നേതാക്കളായിട്ടുള്ള ET മുഹമ്മദ് ബഷീർ, KPA മജീദ്, PV അബ്ദുൽ വഹാബ് തുടങ്ങിയവരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീർ വരണം എന്ന് പറയുന്ന പക്ഷക്കാരാണ്. കൂടാതെ തന്നെ മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും സമുന്നതനായ നേതാവ്, മുൻ മുഖ്യമന്ത്രി കൂടിയായ CH മുഹമ്മദ് കോയയുടെ മകൻ എന്നൊരു അനുകൂല ഘടകം, ആ ഒരു പരിഗണന പാണക്കാട് കുടുംബത്തിനും മുനീറിനോടുണ്ട്. അതും മുനീറിന് ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാനുള്ള അനുകൂല നിലപാടുകളായി മാറി. എന്തായാലും ഇപ്പോൾ നാളെ തന്നെ ഒരു സംസ്ഥാന കൗൺസിൽ യോഗം കോഴിക്കോട് ചേരുമെന്ന് ഏകദേശ ധാരണയായിട്ടുണ്ട്. കാരണം നേരത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ ചേരുന്നതിനെതിരെ മുൻ സംസ്ഥാന സെക്രട്ടറി KS ഹംസയും, എറണാകുളത്തെ MP അബ്ദുൽ ഖാദർ റഫീഖ്, തിരുവനന്തപുരത്തെ റസാഖ് എന്നിവർ കോഴിക്കോട് മുൻസിഫ് കോടതിയെ സമീപിച്ചിരുന്നു. യോഗം ചേരുന്നതിന് മുൻസിഫ് കോടതി ഉത്തരവ് തിരിച്ചടിയാണെങ്കിലും കൗൺസിൽ ചേരുന്നതിന് തടസ്സമില്ലെന്ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊരു കാര്യം താങ്കൾ വ്യക്തമാക്കിയത് കീഴ്വഴക്കം ലംഘിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലെന്നാണ്. ഫലത്തിൽ ഇത് എല്ലാം തന്നെ MK മുനീറിന് അനുകൂലമായി വരുന്ന ഘടകങ്ങളാണ്. അങ്ങനെയെങ്കിൽ നാളെ പുതിയ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ MK മുനീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവാനുള്ള ഒരു സാധ്യത, അതിനാണ് ഇപ്പോൾ മുൻതൂക്കം. എങ്കിലും അവസാന നിമിഷം മുസ്ലിം ലീഗിന്റെ കാര്യമാണ്. അവസാന നിമിഷം ചിലപ്പോൾ PMA സലാം തന്നെ വരാനുള്ള സാധ്യത ഉണ്ടായേക്കാം, അല്ല മറ്റൊരാളുടെ പേരും ഉയർന്നു വന്നേക്കാം എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനാവില്ല. തുളസി, മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിൽ യോഗം നാളെ ചേരുമ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MK മുനീറിനെ കൊണ്ടുവരണമെന്ന ആവശ്യത്തിനാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ മുൻതൂക്കമുള്ളത് എന്നാണ് ഞങ്ങളുടെ കോഴിക്കോട് റിപ്പോർട്ടർ റിയാസ് KMR റിപ്പോർട്ട് ചെയ്യുന്നത്.